വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈടുവച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും. കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ചാലിയാർ തീരത്തു നിന്ന് 2 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെടുത്തു. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് തുടങ്ങി. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാനാണ് കേരള ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. അതേസമയം NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടരുന്ന തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് 2 മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് തിരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിടോടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായിട്ടുണ്ട്. 24 വയനാട്.